ഹായ് ടീം, വെൽക്കം ബാക്ക്. ഞാൻ അമൃത സോഹിൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് AWS ക്ലൗഡ് സർവീസ് ആയ VPC, അതായത് വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ്. സോ ഇത് ഒരു വൺ ഓഫ് ഇമ്പോർട്ടൻറ്റ് സർവീസ് ആണ്. AWS ക്ലൗഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ AWSൽ പല സർവീസസ് ഉണ്ട്. അതിൽ ഞാൻ പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് AWS VPC, AWS EC2, AWS IAM, AWS S3 ഇതെല്ലാം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന കുറച്ച് സർവീസസ് ആണ്. ജനറലി ഒരുവിധം എല്ലാ ഓർഗനൈസേഷനും ഈ സർവീസസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഒരു AWS അഡ്മിൻ, എൻ്റെ ക്ലൗഡ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ AWS ക്ലൗഡ് അഡ്മിൻ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ എപ്പോഴും AWS ക്ലൗഡ് അഡ്മിൻ റോഡ് മാപ്പ് പറയുകയാണെങ്കിൽ ഈ സർവീസസ് എല്ലാം നമുക്ക് നന്നായി അറിയുമെങ്കിൽ വേറെ ഏതൊരു പുതിയ സർവീസ് വരുമ്പോഴും പുതിയൊരു പ്രോജക്റ്റിന് പുതിയ റിക്വയർമെൻ്റ് ആയി വരുമ്പോൾ നമ്മൾ പുതിയൊരു സർവീസ് എപ്പോൾ ഒരു റിക്വയർമെൻ്റ് ആയി വരികയാണെങ്കിലും നമ്മൾ അതിൻ്റെ AWSൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ക്ലാരിറ്റി കിട്ടും ആ സർവീസിനെ കുറിച്ച്. അതിൽ ഈ മെയിനായിട്ട് VPC, EC2, S3, IAM എല്ലാം നമ്മൾ അതിൻ്റെ ബേസിക്സ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സർവീസിനെ കുറിച്ച് നമുക്കൊരു യൂസ് കേസ് വരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിൻ്റെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി എങ്ങനെയാണ്, അതെങ്ങനെയാണ് ആക്സസ് ചെയ്യണത്, ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ AWS ക്ലൗഡ് സർവീസായ VPC എന്നൊരു ടോപ്പിക് എടുത്തിട്ടുള്ളത്. VPC വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഈ ക്ലൗഡിലുള്ള നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നും കൂടി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല ട്രബിൾ ഷൂട്ടിംഗ് ടൈമിലും നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിംഗ് വരുമ്പോൾ നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ കണക്ടിവിറ്റി, എങ്ങനെയാണ് ഡിഫറെൻറ്റ് റിസോഴ്സസ് കണക്ട് ചെയ്യണത് എന്നെല്ലാം അതിൻ്റെ എല്ലാം ബേസിക്സ് നമുക്ക് ഈ ഒരു സർവീസ് നന്നായി അറിഞ്ഞാൽ പറ്റും. അപ്പോൾ ട്രബിൾ ഷൂട്ടിംഗ് ടൈമിൽ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു നോളജ്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സർവീസിനെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടുത്തെ ടോപ്പിക് AWSൻ്റെ വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് ആൻഡ് ഹൗ ആമസോൺ VPC വർക്ക്സ്. ഇത് എത്രത്തോളം സിമ്പിളാക്കി പറയാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയൂ. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ, അവർക്ക് ക്ലൗഡ് ജേർണിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യൂ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. AWS സർവീസ് VPC എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ്, അതാണ് അതിൻ്റെ VPCൻ്റെ എക്സ്പാൻഷൻ. ഇത് എന്താണ് നമുക്ക് ചെയ്യണത്? ഇറ്റ്സ് എനേബിൾ you to launch AWS resources into a virtual network that you have defined. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞു AWS ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ക്ലൗഡ് പ്രൊവൈഡർ തന്നെ ക്ലൗഡിൽ നമ്മുടെ പെർട്ടിക്കുലർ റിസോഴ്സസ് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് പ്രൊവിഷൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വെർച്വൽ നെറ്റ്വർക്ക് സ്പെസിഫൈ ചെയ്യണം. അതിന് നമുക്ക് ഏത് റേഞ്ച് ഓഫ് IP വെച്ചാണ് നമ്മൾ നമ്മുടെ റിസോഴ്സസ് പ്രൊവിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു IP റേഞ്ച്, അതായത് അത് അപ്രോക്സിമേറ്റ് നമുക്ക് എത്ര റിസോഴ്സ് വേണ്ടി വരും നമ്മുടെ ഈ റിക്വയർമെൻറ്റിന്, അതെല്ലാം കൺസിഡർ ചെയ്ത് ഒരു IP റേഞ്ച് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യും. ആ IP റേഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മളൊരു വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യും. അത് നമുക്ക് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് വെച്ചാൽ അത് ഓൾമോസ്റ്റ് സിമിലർ ലൈക്ക് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഓൺ പ്രിമൈസിൽ ഇപ്പോൾ നമുക്കൊരു പുതിയൊരു റിക്വയർമെൻറ്റ് വന്നു, നമ്മൾ എങ്ങനെയായിരിക്കും ആ ഓർഗനൈസേഷനിലെ ഒരു ഏരിയ നമ്മൾ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ഒരു IP റേഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ നമുക്ക് അവിടെ റിസോഴ്സസ് വേണ്ടത് ആ റിസോഴ്സസ് എല്ലാം ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിങ്ങിൽ കണക്ട് ചെയ്ത് ആ ഒരു ഏരിയയിൽ ആ ഒരു പ്രോജക്റ്റിനുള്ള റിക്വയർഡ് റിസോഴ്സസ് എല്ലാം അസംബിൾ ചെയ്ത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് പൊതുവെ നമ്മളിപ്പോൾ ഒരു ഓൺ പ്രൊമൈസിൽ ചെയ്യാം. അതേപോലെ തന്നെ പക്ഷേ ഇവിടുത്തെ കേസിൽ അതേപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ എല്ലാം വെർച്വലിയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മുടെ AWS ക്ലൗഡിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ വെർച്വൽ നെറ്റ്വർക്ക് നമ്മൾ ആദ്യം ഒരു IP റേഞ്ച് വെച്ച് ഫിക്സ് ചെയ്തു. ആ നെറ്റ്വർക്ക് റേഞ്ച് ലുള്ള ആ വെർച്വൽ നെറ്റ്വർക്കിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസിനെ നമ്മൾ പ്രൊവിഷൻ ചെയ്യുക.
നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ റിസോഴ്സസ് ആ ഒരു പ്രോജക്റ്റിന് ആവശ്യമുള്ളത് അത് പ്രൊവിഷൻ ചെയ്ത് അത് യൂസ് ചെയ്യാം. അതാണ് ജനറലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ VPC വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് അതിനെ നമുക്ക് പറയാൻ പറ്റും അതൊരു നെറ്റ്വർക്കിംഗ് ലെയർ ഫോർ അവർ ആമസോൺ EC2 ഇൻസ്റ്റൻസ്, അതായത് വെർച്വൽ മെഷീൻ. അതല്ല ഏതൊരു റിസോഴ്സും ഇപ്പോൾ ഒരു റിക്വയർമെൻറ്റിൽ നമ്മൾ EC2 ഇൻസ്റ്റൻസ് ആണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സർവീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതിനുള്ള ഒരു നെറ്റ്വർക്കിംഗ് ലെയർ ആയിട്ട് മാറും നമ്മുടെ ഈ VPC. ഇപ്പോൾ അത് നമ്മുടെ ഏതൊരു ക്ലൗഡ് എടുത്താലും നമുക്ക് കാണാൻ പറ്റും അതിന് ഡിഫറെൻറ്റ് റീജിയൻസിൽ ആ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഡിഫറെൻറ്റ് റീജിയൻസ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അവരുടെ പ്രൊവൈഡേഴ്സിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസിൽ അതിലെ എല്ലാ സർവീസസും അവൈലബിൾ ആയിരിക്കും. ഈ റീജിയൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മുംബൈ റീജിയൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യണത്, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഞാൻ നിയർ ബൈ റീജിയൻ ആണ് നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുക. അതാണ് ഒരു ആർക്കിടെക്റ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുക നമ്മളൊരു നിയർ ബൈ റീജിയൻ. അപ്പോൾ അതായത് അവിടേക്കുള്ള ലേറ്റൻസി, അവിടേക്കുള്ള നെറ്റ്വർക്കിംഗ് എല്ലാം അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടാനും എല്ലാം വേണ്ടി നമ്മളുടെ റീജിയൻ ഏതാണോ അതിന് നിയർ ബൈ ആയിട്ടുള്ള ഒരു റീജിയൻ ചൂസ് ചെയ്യും. ആ റീജിയനിൽ നമ്മൾ VPC സ്പെസിഫൈ ചെയ്യും. നമ്മുടെ റേഞ്ച് ഓഫ് IP യൂസ് ചെയ്തിട്ട് നമ്മളൊരു VPC ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ഈ VPC ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാം പല അവൈലബിലിറ്റി സോൺസ് അവൈലബിൾ ആയിരിക്കും. അതായത് ഈ അവൈലബിലിറ്റി സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സും നമുക്കൊരു ഹൈ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് അഷ്വർ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് അവർ അഷ്വർ ചെയ്യുന്നത് വെച്ചാൽ അവർക്കും അവരുടെ ഹാർഡ്വെയർ എല്ലാം അസംബിൾ ചെയ്ത് പല ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. ഈ ഡാറ്റാ സെൻറ്റേഴ്സ് അവർ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ പല പ്ലേസസ് ആയിട്ട്, അതായത് ഒന്ന് ബാംഗ്ലൂർ, ഒന്ന് ഹൈദരാബാദ്, ഒന്ന് ചെന്നൈ, അങ്ങനെ പല പ്ലേസസിലായിട്ട് അവർ ഡാറ്റാ സെൻറ്റേഴ്സ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. അവർ ഓൾറെഡി അവിടെ ആയിരിക്കും അവരുടെ ഡാറ്റാ സെൻറ്റേഴ്സ്. അതിന് അവർ കംപ്ലീറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യില്ല എവിടെയാണെന്നുള്ളത്. പക്ഷേ അവർക്ക് അവരുടെ ഒരു അവൈലബിലിറ്റി സോൺ 1, അവൈലബിലിറ്റി സോൺ 2, അവൈലബിലിറ്റി സോൺ 3 അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. പല അവൈലബിലിറ്റി സോൺസ് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അവൈലബിൾ ആയിരിക്കും. അത് അവർ ആഡ് ചെയ്യുകയും ചെയ്യും. ഡാറ്റാ സെൻറ്റേഴ്സ് അവർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും അവൈലബിലിറ്റി സോൺസ് ആഡ് ചെയ്ത് വരുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു നല്ലൊരു ആർക്കിടെക്റ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ഈ ഒരു നെറ്റ്വർക്ക് VPCനെ നമ്മൾ ആ ഒരു IP റേഞ്ചിനെ സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും നമ്മളൊരു നെറ്റ്വർക്കിംഗ് ബോർഡർ ഉണ്ടാക്കുകയാണ് ഡിഫറെൻറ്റ് സബ്നെറ്റ്സ് ആയിട്ട്. ആ IP അഡ്രസ്സിങ്ങിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് സബ്നെറ്റ് 1, സബ്നെറ്റ് 2, സബ്നെറ്റ് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ റിസോഴ്സസ് നമ്മൾ പ്രൊവിഷൻ ചെയ്യുക. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു റിസോഴ്സ് പ്രൊവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് റേഞ്ച് ഓഫ് IP ആണോ നമ്മൾ ഒരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തത്, ആ റേഞ്ച് ഓഫ് IP എന്ന് ഒരു IP എടുത്തിട്ടായിരിക്കും ആ റിസോഴ്സിന് ആ ഒരു IP സെറ്റ് ചെയ്യുക. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക് ഒരു IP എടുത്തിട്ട് ആ റിസോഴ്സ് പ്രൊവിഷൻ ചെയ്യുമ്പോൾ ആ റിസോഴ്സിന് ആ ഒരു IP കിട്ടും. അങ്ങനെ നമ്മൾ ഒരു നെറ്റ്വർക്കിംഗ് ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ VPCയുടെ ഉള്ളിൽ പല സബ്നെറ്റ്സും ഹൈ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട് പല അവൈലബിലിറ്റി സോണിൽ വെച്ച് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ജനറലി നമ്മളൊരു VPC സബ്നെറ്റ് ഒരു ആർക്കിടെക്റ്റിങ് ചെയ്യുക. ഇനി ഹൗ ഇറ്റ് വർക്ക്സ്. സോ നമ്മളിപ്പോൾ പറഞ്ഞു AWSൻ്റെ ഒരു കംപ്ലീറ്റ് ഇതാണ് ഒരു AWS ക്ലൗഡ് എന്ന് കൺസിഡർ ചെയ്യുക. ഈ AWS ക്ലൗഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്കൊരു നെറ്റ്വർക്കിംഗ് ലെയർ ഉണ്ടാക്കണം. അതായത് ഒരു വെർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ പറഞ്ഞ VPC. അത് ഒരു IP റേഞ്ച്, നമുക്ക് എത്ര റിസോഴ്സ് വേണം ആ റിസോഴ്സിൻ്റെ നമ്പർ അനുസരിച്ച് ഒരു റേഞ്ച് ഓഫ് IP മെൻഷൻ ചെയ്ത് നമ്മൾ VPC ക്രിയേറ്റ് ചെയ്യും, വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യും. അതൊരു സർവീസാണ്. ആ സർവീസ് നമ്മൾ ആദ്യം ഒരു VPC ക്രിയേറ്റ് ചെയ്യും. ഈ VPC ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് അവൈലബിലിറ്റി സോൺസ് ഉണ്ട്. അതായത് ക്ലൗഡ് പ്രൊവൈഡേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ഡാറ്റാ സെൻറ്റേഴ്സിലുള്ള പല ഹാർഡ്വെയർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് അവൈലബിലിറ്റി സോൺസിലുള്ളതിനെയും നമ്മൾ ഡിഫറെൻറ്റ് സബ്നെറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ഈ സബ്നെറ്റ്സിൻ്റെ മെയിൻ കാര്യം എന്താണ്, ഇപ്പോൾ നമ്മൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ഡെയിലി കാണുന്ന ഒരു കാര്യമായിട്ട് പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക്
കയറണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവരുടെ ഫസ്റ്റ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാലാണ് ആ ഓർഗനൈസേഷനിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു ഫെൻസിങ് ആണ് ഇപ്പോൾ ഈ VPC എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാഫിക് വരുമ്പോൾ ഫസ്റ്റ് VPCയിലേക്ക് അത് വന്ന് എൻ്റർ ചെയ്യാൻ അലൗ ചെയ്യോ ഇല്ലേ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. ഫസ്റ്റ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് ഒരു റിസപ്ഷനിലേക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുക. അതേപോലെ നമ്മളിപ്പോൾ അതും 2 ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതായിട്ടാണ് നമ്മളിവിടെ പറയുന്നത് സബ്നെറ്റ് 1 സബ്നെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്തിനാ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്തിപ്പോൾ റിസപ്ഷനിൽ എത്തുക എന്നുള്ളത് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ആക്സസ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ സബ്നെറ്റ് 1 എന്ന് പറയുന്നതും സബ്നെറ്റ് 2 എന്ന് പറയുന്നത് എല്ലാ സബ്നെറ്റ്സും ഒരു റൗട്ട് ടേബിളിൽ അസോസിയേറ്റഡ് ആയിരിക്കും. ഈ റൗട്ട് ടേബിൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആ റൗട്ട് ടേബിളിൽ പല റൂൾസ് ഉണ്ട്. ഈ റൗട്ട് ടേബിൾ റൂൾസ് ആണ് മെൻഷൻ ചെയ്യണത് ഏതൊക്കെ ട്രാഫിക്കാണ് ഈ സബ്നെറ്റിലുള്ള റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ളത്. അത് എല്ലാ സബ്നെറ്റ്സിലും ഓരോ റൗട്ട് ടേബിൾ അസോസിയേറ്റഡ് ആയിരിക്കും. ഈ റൗട്ട് ടേബിളിലത്തെ റൂൾസിൽ ഇപ്പോൾ നമ്മൾ ഒരു സർവീസും കൂടിയുണ്ട് IGW, അതായത് ഇൻ്റർനെറ്റ് ഗേറ്റ്വേ എന്ന് പറയുന്ന ഒരു സർവീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഫസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം തന്നെ ചെന്ന് മീറ്റ് ചെയ്യുക റിസപ്ഷനിലാണ്. ആ റിസപ്ഷനിൽ ഒരു പബ്ലിക് ആക്സസ് ആയ നമ്മളൊരു പുറത്തുനിന്നുള്ള ഒരാൾ എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. പകരം ഫസ്റ്റ് കാണുന്ന റിസപ്ഷനിൽ നമ്മൾ ചെന്നു അവിടെ നിന്ന് നമുക്കൊരു ആക്സസ് കിട്ടിയാലാണ് നമ്മൾ എൻ്റർ ചെയ്യുക. അതേപോലെ ഇപ്പോൾ ഈ IGW എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ്വേ സർവീസാണ്. അത് ഒരു പബ്ലിക് ട്രാഫിക്കിനെ ഇപ്പോൾ പബ്ലിക് ട്രാഫിക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു ട്രാഫിക് നമ്മുടെ റിസോഴ്സ് ആക്സസ് ചെയ്യാൻ അലൗഡ് ആണോ അല്ലേ എന്നുള്ളത് ഈ IGW എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് ഗേറ്റ്വേ റൗട്ട് ടേബിളിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സബ്നെറ്റിനെ വിളിക്കും പബ്ലിക് സബ്നെറ്റ്. അതായത് ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഒരു സബ്നെറ്റാണ് ഈ പബ്ലിക് സബ്നെറ്റ് എന്ന് കോൾ ചെയ്യണത്. അതില്ലാത്ത ഒരെണ്ണത്തിന് പ്രൈവറ്റ് സബ്നെറ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ പബ്ലിക് സബ്നെറ്റിലുള്ള ഒരു റിസോഴ്സ് നമുക്ക് ഇപ്പോൾ ആ റിസോഴ്സിന് ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു ട്രാഫിക് വന്ന് ഈ ഒരു റിസോഴ്സിനെ ആക്സസ് ചെയ്യണം. അങ്ങനെ ഒരു അലൗ ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസാണ് IGW ഇൻ്റർനെറ്റ് ഗേറ്റ്വേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു EC2 ഇൻസ്റ്റൻസ്, അത് വെർച്വൽ മെഷീൻ നമ്മൾ പ്രൊവിഷൻ ചെയ്തു ഈ സബ്നെറ്റ് 1ൻ്റെ ഉള്ളിൽ. അതിന് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്, അത് പബ്ലിക് സബ്നെറ്റിലാണ് പ്രൊവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇൻ്റർനെറ്റ് ആക്സസ് കൊടുക്കാം. അതിന് ഇനി EC2നെ കുറിച്ച് കുറേ പറയുമ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അത് ഇപ്പോൾ EC2നും ഒരു സെക്യൂരിറ്റി ലെയർ കൊടുക്കുന്നതാണ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന പേരുള്ള ഒരു സർവീസ്. അതിനെക്കുറിച്ച് ഞാൻ EC2നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ ഇതിലിപ്പോൾ നമ്മൾ VPC ആണ് മെയിൻലി പറയണത്. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഒരു റിസപ്ഷനിലെത്തി അവിടെ നിന്ന് നമുക്ക് അലൗഡ് ആണെങ്കിൽ നമുക്ക് ഓർഗനൈസേഷൻ്റെ ഉള്ളിലേക്ക് കയറാം. അതേപോലെയാണ് ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് സബ്നെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസിനൊക്കെ നമ്മൾ ജനറലി ഇടുക പ്രൈവറ്റ് സബ്നെറ്റിൻ്റെ ഉള്ളിലാണ്. അതായത് പുറത്തുനിന്നുള്ള ഒരാൾക്ക് അത് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളൊരു വെർച്വൽ മെഷീൻ ഉണ്ട്, ആ വെർച്വൽ മെഷീനിനെ ഹിറ്റ് ചെയ്ത് അവിടെ നിന്ന് വെർച്വൽ മെഷീനിലത്തെ ആപ്ലിക്കേഷനും വെർച്വൽ മെഷീനിന് റിക്വയർഡ് ആണ് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അത് അലൗഡ് ആണ്. ഈ സബ്നെറ്റ് 1 നിന്ന് സബ്നെറ്റ് 2ലേക്കുള്ള റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ അലൗഡ് ആണ്. അതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് ലെയർ ഓഫ് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിലും അലൗ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു സെക്യൂരിറ്റി മെഷർ അവിടെ വന്നിട്ടാണ് ഈ ആക്സസ് പാർട്ട് അലൗ ചെയ്യണത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. സബ്നെറ്റ് 1 സബ്നെറ്റ് 2 അതെങ്ങനെയാണ് പബ്ലിക് അതെങ്ങനെയാണ് പ്രൈവറ്റ് സബ്നെറ്റ്സ് എന്ന് വിളിക്കുന്നത്, അതിൽ റൗട്ട് ടേബിൾ അസോസിയേഷൻ ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇതാണ് നമ്മുടെ VPCനെ കുറിച്ച് നമ്മൾ എഴുതിയ ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ക്യാൻ സ്പെസിഫൈ ആൻ IP അഡ്രസ് റേഞ്ച് ഫോർ ദ VPC ആൻഡ് ആഡ് സബ്നെറ്റ് ആൻഡ് കോൺഫിഗർ റൗട്ട് ടേബിൾ. ഇങ്ങനെയാണ് നമ്മളൊരു VPC സബ്നെറ്റും ക്രിയേറ്റ് ചെയ്യണത്. Route table contain a set of rules called routes that are used to determine where network traffic from your VPC is directed and access the internet. നമുക്കൊരു ഇൻ്റർനെറ്റ് ആക്സസ് വേണമെങ്കിൽ we can enable internet access for an instance by attaching an internet gateway to this VPC. ഇത്രയാണ് ഇന്നത്തെ
വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം. ടിൽ ദെൻ ബൈ.